Hi friends, welcome to my daily vlog. ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ എങ്ങനെയാണ് കൃത്യമായി എഡിറ്റ് ചെയ്യുക എന്നതാണ്. അതിനായി എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ചില ട്രിക്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ നമ്പർ 1 എന്നത് സൗണ്ട് എഡിറ്റിംഗ് ആണ്. ഓരോ സൗണ്ടും എങ്ങനെയാണ് എഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇതിലൂടെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ആദ്യമായി നിങ്ങൾ ഈ ഒരു സൗണ്ട് കേട്ടു നോക്കുക. ഫ്രണ്ട്സ്, ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് കല്ലുകൾ വന്ന് വീഴുന്ന പോലത്തെ സൗണ്ട് തോന്നിക്കാണും. പക്ഷേ ഈ ഒരു സൗണ്ട് ശരിക്കും കല്ല് വന്ന് വീഴുന്ന സൗണ്ട് അല്ല. ഇത് ഓരോ സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ വീഴുന്ന സൗണ്ടാണ്. അത് വീഴുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. എക്സാമ്പിൾ ഇതാണ്. ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൗണ്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പല സംഭവങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഫസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്തത് നമ്പർ 2 ആണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വീഡിയോസിലും നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള എഫക്ട്സ് കൊടുത്ത് ആ ഒരു വീഡിയോനെ നല്ല ക്രിയേറ്റീവ് ആക്കുക എന്നതാണ്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉള്ള എഫക്ട്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഷോട്ടിലാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇൻഷോട്ടിലാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ താല്പര്യമുള്ള കൂട്ടുകാർ ഇൻഷോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുക. ഇതാണ് അതിലെ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം എഫക്ട്സ് ഉണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ആ വീഡിയോയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്പർ 3 എന്ന് പറയുന്നത് അതിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകൾ ആഡ് ചെയ്യുക എന്നതാണ്. ഇൻഷോട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻഷോട്ടിൽ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വീഡിയോസിലിടാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഇതിൽ നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് മ്യൂസിക് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് പാട്ടുകൾ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചാനൽ ചെയ്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ഒരുപാട് പാട്ടുകളാണ്. ഇതിൽ ഒരുപാട് ടോൺസിലുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ആ വീഡിയോയിൽ അത് പ്ലേ ആയിക്കോളും. ഇപ്പോൾ ഈ ഇതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് പ്ലേ ആവുന്നത് പോലെ അതിലും പ്ലേ ആവും. ഇതാണ് മൂന്നാമത്തേതെന്ന് പറയുന്നത്. അടുത്ത നാലാമത്തേതെന്ന് പറയുന്നത് ആ ഒരു വീഡിയോയ്ക്ക് കറക്റ്റായിട്ട്, അതായത് നമുക്കിപ്പോൾ കുറച്ചും കൂടെ തന്നെ ഒരു കളർ ചേഞ്ച് വരുത്താം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ചേരുന്ന ടൈപ്പ് ഒരു ഫിൽറ്റർ നമുക്കതിന് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫിൽറ്ററാണ് എടുക്കേണ്ടത്. ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ അതിൽ ഓരോ ഫിൽറ്റേഴ്സും നമ്മൾ നോക്കാം. അപ്പോൾ അതിൽ ചേരുന്നത് കൊടുക്കുക. ഇതിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് അതിൽ ഫിൽറ്റർ ചേഞ്ച് കാണാത്തത്. നമ്മൾ വേറൊരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്കിൽ നമ്മളിങ്ങനെ ഫിൽറ്റർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ മാറ്റി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.